പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 2/11/2004 മധുബൻ. സ്വ ഉപകാരിയായി അപകാരിയുടെ മേലും ഉപകാരം ചെയ്യൂ. സർവശക്തികളാലും സർവഗുണങ്ങളാലും സമ്പന്നമായി ബഹുമാനം നൽകുന്നവരാകൂ. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരം തൻ്റെ 4 ഭാഗത്തുമുള്ള സ്നേഹികളായ കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. സാകാര രൂപത്തിൽ മുന്നിലുണ്ടെങ്കിലും സ്ഥൂല രൂപത്തിൽ ദൂരെ ഇരിക്കുകയാണ് എങ്കിലും സ്നേഹം എല്ലാവർക്കും ബാബയുടെ സമീപത്ത് ഇരിക്കുകയാണ് എന്ന അനുഭവം ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും സ്നേഹം ബാബ സമീപമാണ് എന്ന അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളേവരും ബാബയുടെ സ്നേഹത്താൽ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ്ദാദ കണ്ടു, ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ബാബ്ദാദയുടെ സ്നേഹം അലിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മേരാ ബാബ, എൻ്റെ ബാബ എന്ന സ്നേഹത്തിൻ്റെ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം തന്നെയാണ് ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും വേറിട്ടവർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം തന്നെയാണ് മായാജീത് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ടോ അവിടെ മായ ദൂരെ നിന്ന് തന്നെ ഓടിപ്പോകുന്നു. സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ സർവ കുട്ടികളും പാസ്സാണ്. ഒന്നാണ് സ്നേഹം, രണ്ടാമത്തേതാണ് സർവശക്തിവാനായ ബാബയിൽ നിന്നുള്ള സർവശക്തികളുടെയും ഖജനാവ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഒരു ഭാഗത്ത് സ്നേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ശക്തി സേനയുടെ ശക്തികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം സ്നേഹം അലിഞ്ഞിരിക്കുന്നുവോ അത്രയും തന്നെ സർവശക്തികളും അലിഞ്ഞിരിക്കുകയാണോ? ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സർവശക്തികളും നൽകിയിട്ടുണ്ട്. മാസ്റ്റർ സർവശക്തിവാൻ ആക്കിയിരിക്കുകയാണ്. ചിലരെ സർവശക്തിവാനും ചിലരെ ശക്തിവാനുമല്ല ആക്കിയത്. നിങ്ങൾ ഏവരും തൻ്റെ സ്വമാനം മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളോട് ചോദിക്കുന്നു, ഓരോരുത്തരും സ്വയം തന്നിൽ സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്നുണ്ടോ? സദാ സർവശക്തികളും അധികാരത്തിലാണോ? സർവശക്തികളും ബാബ്ദാദയുടെ സമ്പത്താണ്. അപ്പോൾ തൻ്റെ സമ്പത്തിന്മേൽ അധികാരം ഉണ്ടോ? ഉണ്ടോ അധികാരം? ടീച്ചേഴ്സ് പറയൂ, അധികാരമുണ്ടോ? ചിന്തിച്ച് പറയണം. പാണ്ഡവരെ അധികാരമുണ്ടോ? സദാ ഉണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കാണോ? ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ അപ്പോൾ ശക്തി സേനയായ താങ്കളുടെ ഓർഡർ അനുസരിച്ച് ആ ശക്തി ഹാജരാകുന്നുണ്ടോ? വേണ്ട സമയത്ത് ശരി പ്രഭു എന്ന് പറഞ്ഞ് ഹാജരാകുന്നുണ്ടോ? ചിന്തിക്കൂ, നോക്കൂ. അധികാരി ഓർഡർ ചെയ്യുമ്പോൾ ശക്തി ശരി പ്രഭു ഹാജിരാണ് എന്ന് പറയണം. ഏത് ശക്തിയെ ആഹ്വാനം ചെയ്താലും എങ്ങനെയുള്ള സമയമാണോ, എങ്ങനെയുള്ള പരിതസ്ഥിതിയാണോ, അതേപോലെ ശക്തിയെ കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്രകാരം അധികാരികളായ ആത്മാക്കളായോ? കാരണം ബാബ സമ്പത്ത് നൽകി. സമ്പത്തിനെ താങ്കൾ സ്വന്തമാക്കിയോ എങ്കിൽ സ്വയം തൻ്റെ മേൽ അധികാരം ഉണ്ടായിരിക്കും. ഏത് സമയത്ത് ഏത് വിധിയിലൂടെ ആവശ്യകതയുണ്ടോ ആ സമയത്ത് കാര്യത്തിൽ വിനിയോഗിക്കപ്പെടണം. താങ്കൾക്ക് ഉൾക്കൊള്ളുവാനുള്ള ശക്തിയുടെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കൂ. ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ താങ്കളുടെ ഓർഡർ അംഗീകരിച്ച് ഹാജരാകുന്നുണ്ടോ? ആകുന്നുണ്ടെങ്കിൽ തലകുലുക്കൂ, കൈവീശൂ. ഇടയ്ക്കിടയ്ക്കാണോ നടക്കുന്നത് അതോ സദാ നടക്കുന്നുണ്ടോ? ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഹാജരാകുന്നു.
എന്നാൽ 10 തവണ ഉൾക്കൊണ്ടു. 11ാമത്തെ തവണ അല്പം കീഴ്മേൽ ആകുന്നുണ്ടോ? സദായും സഹജമായും ഹാജരാകണം. സമയം കഴിഞ്ഞു പോയതിനു ശേഷമാകരുത് വരുന്നത്. ഇത് ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി എന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതിനെയാണ് സർവശക്തികളുടെയും അധികാരി എന്ന് പറയുന്നത്. ഈ അധികാരം ബാബ്ദാദ സർവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ കാണപ്പെടുന്നത് ഇതാണ്: സദാ അധികാരി ആകുന്നതിൽ നമ്പർ വൈസ് ആയി പോകുന്നു. സദായും സഹജവുമാകണം, നാച്ചുറൽ ആകണം, നേച്ചർ ആകണം. അതിനുള്ള വിധിയാണ്. ഏതുപോലെ ബാബയെ പ്രഭു എന്നും പറയുന്നു, പ്രഭു ഹാജരാണ് എന്ന് പറയുന്നു, ഹാജരാണ് പ്രഭു എന്ന് പറയുന്നു. അപ്പോൾ ഏത് കുട്ടികളാണോ പ്രഭുവിൻ്റെ ഓരോ ശ്രീമത്തിലും ഹാജരാണ് പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവരുടെ മുന്നിൽ സർവശക്തികളും ഹാജരാണ് പ്രഭു എന്ന് പറയുന്നു. ഓരോ ആജ്ഞയിലും ജി ഹാജർ, ഓരോ ചുവടിലും ജി ഹാജർ. അഥവാ ഓരോ ശ്രീമത്തിലും ജി ഹാജർ എന്നല്ലെങ്കിൽ ഓരോ ശക്തിയും ഓരോ സമയത്തും ഹാജരാണ് പ്രഭു എന്ന് പറയുക സാധ്യമല്ല. അഥവാ ഇടയ്ക്കിടയ്ക്കാണ് ബാബയുടെ ശ്രീമത്തും ആജ്ഞയും പാലിക്കുന്നതെങ്കിൽ ശക്തികളും ഇടയ്ക്കിടയ്ക്കായിരിക്കും ഹാജരാകുന്നതിൻ്റെ താങ്കളുടെ ഓർഡർ പാലിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സഹജമായാകുന്നു, ഇടയ്ക്കിടയ്ക്ക് അല്പം പ്രയാസപ്പെട്ട് ശക്തി എമർജ് ആകുന്നുള്ളൂ. ബാബ്ദാദ ഓരോ കുട്ടിയെയും ബാബയ്ക്ക് സമാനമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ വൈസായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഇവരുടെയും ലക്ഷ്യവും ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റേതാണ്. സമാനമാകുന്നതിൻ്റെ ലക്ഷ്യമുണ്ടോ, അതോ നമ്പർ വൈസ് ആകുന്നതിൻ്റെ ലക്ഷ്യമാണോ ഉള്ളത്? അഥവാ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും സമാനമാകണം എന്ന്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ഒന്നാമതായി, സർവശക്തികളും ഉണ്ടോ? സർവം എന്നതിന് അണ്ടർലൈൻ ചെയ്യൂ. സർവ ഗുണങ്ങളുമുണ്ടോ? ബാബ് സമാൻ സ്ഥിതി ഉണ്ടോ? ചിലപ്പോൾ സ്വയം തൻ്റെ സ്ഥിതി, ചിലപ്പോൾ ഏതെങ്കിലും പരസ്ഥിതി വിജയം പ്രാപ്തമാക്കുന്നില്ലല്ലോ. അഥവാ പരസ്ഥിതി വിജയം പ്രാപ്തമാക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം അറിയാമല്ലോ. സ്ഥിതി ദുർബലമാണ്, അതിനാലാണ് പരിതസ്ഥിതിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നത്. സദാ സ്വസ്ഥിതി വിജയിയായിരിക്കണം. അതിനുള്ള ഉപാധിയാണ് സദാ സ്വമാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബാലൻസ്. സ്വമാനധാരിയായ ആത്മാവ് സ്വതവേ തന്നെ ബഹുമാനം നൽകുന്ന ദാതാവായിരിക്കും. വാസ്തവത്തിൽ ആർക്കെങ്കിലും ബഹുമാനം നൽകുന്നത് നൽകലല്ല. ബഹുമാനം നൽകുന്നത് മാന്യത നേടലാണ്. ബഹുമാനം നൽകുന്നവർ സർവരുടെയും ഹൃദയത്തിൽ സ്വതവേ തന്നെ മാനനീയരായി മാറുന്നു. ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്. ആദിദേവൻ ആയിരുന്നിട്ടും ഡ്രാമയുടെ ഫസ്റ്റ് ആത്മാവ് ആയിരുന്നിട്ടും സദാ കുട്ടികൾക്ക് ബഹുമാനം നൽകി. തന്നെക്കാളും കൂടുതൽ മാന്യത കുട്ടികൾക്ക് ആത്മാക്കളിലൂടെ നേടിക്കൊടുത്തു. അതിനാൽ ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ബ്രഹ്മബാബ മാനനീയനായി. അപ്പോൾ ബഹുമാനം നൽകിയോ അതോ ബഹുമാനം നേടിയോ? ബഹുമാനം നൽകുക എന്നാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുക എന്നാണ്. വിശ്വത്തിൻ്റെ മുന്നിലും വിശ്വമംഗളകാരിയായ ആത്മാവാണ് എന്ന് അനുഭവിക്കുന്നതും ആത്മാക്കൾക്ക് സ്നേഹത്തോടെ ബഹുമാനം നൽകുമ്പോഴാണ്. അപ്പോൾ ബാബ്ദാദ വർത്തമാന സമയത്ത് അന്യോന്യം ബഹുമാനം നൽകുന്നതിൻ്റെ ആവശ്യകത കണ്ടു. ബഹുമാനം നൽകുന്നവർ തന്നെയാണ് വിധാതാവായ ആത്മാവായി കാണപ്പെടുന്നത്. ബഹുമാനം നൽകുന്നവർ തന്നെയാണ് ബാബ്ദാദയുടെ ശ്രീമത് അഥവാ ശുഭഭാവനയും ശുഭകാമനയും അംഗീകരിക്കുന്ന ആജ്ഞാകാരികളായ കുട്ടികൾ. ബഹുമാനം നൽകുന്നത് തന്നെയാണ്
ഈശ്വരീയ പരിവാരത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. ബഹുമാനമുള്ളവർക്ക് സ്വമാനത്തിൽ സഹജമായി തന്നെ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? ഏത് ആത്മാക്കൾക്ക് ബഹുമാനം നൽകുന്നുവോ ആ ആത്മാക്കളിലൂടെ ഏതൊരു ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളാണോ ലഭിക്കുന്നത്, ആ ആശീർവാദങ്ങളുടെ ഭണ്ഡാരം സഹജമായും സ്വതവേയും സ്വമാനത്തിൻ്റെ തന്നെ ഓർമ്മ വരുത്തുന്നു. അതിനാൽ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളെ വിശേഷിച്ച് അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. ബഹുമാനത്തിൻ്റെ ദാതാവാകൂ. ബാബ്ദാദയുടെ അടുക്കൽ ഏത് കുട്ടിയും എങ്ങനെയുള്ളവർ വന്നാലും, ദുർബലർ വന്നാലും, സംസ്കാരത്തിന് വശപ്പെട്ടവർ വന്നാലും, പാപങ്ങളുടെ ഭാരം കൊണ്ടുവന്നാലും, കടുത്ത സംസ്കാരം കൊണ്ടുവന്നാലും ബാബ്ദാദ ഓരോ കുട്ടിയെയും ഏത് ദൃഷ്ടിയോടെയാണ് നോക്കിയത്? എൻ്റെ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ഓമന സന്താനമാണ്, ഈശ്വരീയ പരിവാരത്തിലെ സന്താനമാണ്. അപ്പോൾ ബഹുമാനം നൽകി താങ്കൾ സ്വമാനധാരിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഫോളോ ഫാദർ അഥവാ സഹജമായി സർവഗുണസമ്പന്നമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബഹുമാന ദാതാവാകൂ. മനസ്സിലായോ? സഹജമാണല്ലോ. സഹജമാണോ അതോ പ്രയാസമാണോ? ടീച്ചേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? സഹജമാണോ? ചിലർക്ക് നൽകുന്നത് സഹജമാണ്, ചിലർക്ക് പ്രയാസമാണ് എന്നാണോ? അതോ എല്ലാവർക്കും നൽകുന്നത് സഹജമാണോ? താങ്കളുടെ ടൈറ്റിലാണ് സർവ ഉപകാരി. അപകാരം ചെയ്യുന്നവരിലും ഉപകാരം ചെയ്യുന്നവർ. അപ്പോൾ ചെക്ക് ചെയ്യൂ, സർവ ഉപകാരിയുടെ ദൃഷ്ടിയും വൃത്തിയും സ്മൃതിയും നിലനിൽക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മേൽ ഉപകാരം ചെയ്യണം, സ്വയം തൻ്റെ മേലും ഉപകാരം ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനം നൽകേണ്ടതുണ്ടല്ലോ. പ്രത്യേകം കാര്യങ്ങൾ ധാരണ ചെയ്യുന്നതിനു വേണ്ടി ഏതൊരു പ്രയത്നം ചെയ്യുന്നുവോ അതിൽ നിന്നും ഒഴിവാകും. കാരണം ബാബ്ദാദ കാണുകയാണ്, സമയത്തിൻ്റെ ഗതി തീവ്രമായിക്കൊണ്ടിരിക്കുന്നു. സമയം കാത്തിരിക്കുകയാണ്. അപ്പോൾ താങ്കളേവരും തയ്യാറെടുപ്പുകൾ നടത്തണം. സമയത്തിൻ്റെ കാത്തിരിപ്പ് സമാപ്തമാക്കണം. എന്ത് തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്? തൻ്റെ സമ്പൂർണതയുടെയും സമാനതയുടെയും ഗതി തീവ്രമാക്കണം. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് പോരാ, തീവ്രഗതിയെ ചെക്ക് ചെയ്യൂ. തീവ്രഗതി ഉണ്ടോ? ബാബയോടുള്ള സ്നേഹത്താൽ പുതിയ കുട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് പുതിയ കുട്ടികളെ കണ്ട് സന്തോഷമുണ്ടാകുന്നു. ആരാണോ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. ധാരാളം പേരുണ്ട്. വന്നത് നന്നായി. ബാബയുടെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ. ആശംസകൾ. ശരി. സേവനത്തിൻ്റെ ടേൺ കർണാടകയുടേതാണ്. കർണാടകയിലുള്ളവർ എഴുന്നേൽക്കൂ. സേവനത്തിൻ്റെ ഗോൾഡൻ ചാൻസിനുള്ള ആശംസകൾ. നോക്കൂ, ആദ്യത്തെ നമ്പർ നേടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നമ്പർ തന്നെ നിലനിർത്തണമല്ലോ. പുരുഷാർത്ഥത്തിൽ വിജയിയാകുന്നതിൽ എല്ലാത്തിലും ആദ്യ നമ്പർ നേടുന്നവരാണ്. രണ്ടാമത്തെ നമ്പർ അല്ല നേടേണ്ടത്, ആദ്യ നമ്പർ. ധൈര്യമുണ്ടോ? എങ്കിൽ ധൈര്യം താങ്കളുടേത്. 1000 മടങ്ങ് സഹായം ബാബയുടേത്. നല്ല ചാൻസ് എടുത്തിരിക്കുകയാണ്. തൻ്റെ പുണ്യത്തിൻ്റെ കണക്ക് വളരെയധികം ശേഖരിച്ചു. ശരി, കർണാടകം മെഗാ പ്രോഗ്രാം ചെയ്തില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? കർണാടക എല്ലാത്തിലും ആദ്യ നമ്പർ നേടണം. മുന്നിലുള്ളവർ പറഞ്ഞു, ബാംഗ്ലൂരിൽ ചെയ്യും. ശരി, ആരെല്ലാം വലിയ പ്രോഗ്രാം ചെയ്തുവോ അവർ എഴുന്നേൽക്കൂ. എത്ര പ്രോഗ്രാമായി? മുന്നിലുള്ളവർ പറഞ്ഞു, 8-10 പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. അപ്പോൾ ബാബ്ദാദ വലിയ പ്രോഗ്രാമിനുള്ള വലിയ ആശംസകൾ നൽകുകയാണ്. എത്ര സോണുണ്ട്? ഓരോ സോണും വലിയ പ്രോഗ്രാം നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം താങ്കളുടെ നഗരത്തിൽ പരാതി പറയുന്നവർ പരാതി പറയുകയില്ല. വലിയ പ്രോഗ്രാമിൽ
താങ്കൾ വലിയ അഡ്വർടൈസ്മെൻറ്റും നടത്തുന്നുവല്ലോ, ഒന്നുകിൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പോസ്റ്ററിലൂടെ. ഹോൾഡിംഗ്സ് തുടങ്ങിയ ഭിന്ന ഭിന്ന സാധനങ്ങൾ സ്വായത്തമാക്കുന്നു. അപ്പോൾ പരാതികൾ കുറഞ്ഞുകൊള്ളും. ബാബ്ദാദയ്ക്ക് ഈ സേവനം ഇഷ്ടമാണ്. പക്ഷേ എന്നതുണ്ട്. വലിയ പ്രോഗ്രാം നടത്തി, അതിനുള്ള ആശംസകൾ തീർച്ചയായുമുണ്ട്. എന്നാൽ ഓരോ പ്രോഗ്രാമിലൂടെയും ഏറ്റവും കുറഞ്ഞത് 108 മാല തയ്യാറാകേണ്ടതാണ്. അത് എവിടം വരെയായി? ഏറ്റവും കുറഞ്ഞത് 108, ഏറ്റവും അധികം 16,000. എന്നാൽ ഇത്രയും എനർജി വിനിയോഗിച്ചു, ഇത്രയും സമ്പത്ത് വിനിയോഗിച്ചു, അതിൻ്റെ റിസൾട്ടായി ഏറ്റവും കുറഞ്ഞത് 108 പേർ തയ്യാറാകണം. എല്ലാവരുടെയും അഡ്രസ് താങ്കളുടെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വലിയ പ്രോഗ്രാമിലേക്ക് ആരെയെല്ലാം കൊണ്ടുവരാൻ പോകുന്നുവോ അവരുടെ അടുക്കൽ അതിൻ്റെ പരിചയം ഇതിനകമുണ്ട്. അവരെ വീണ്ടും സമീപം കൊണ്ടുവരണം. നമ്മൾ ചെയ്തു എന്നത് പോരാ, എന്നാൽ ഏതൊരു കാര്യം ചെയ്യുന്നുവോ അതിൻ്റെ ഫലം വരേണ്ടതാണല്ലോ. അപ്പോൾ വലിയ പ്രോഗ്രാം നടത്തുന്ന ഓരോരുത്തരും ഈ റിസൾട്ട് ബാബ്ദാദയ്ക്ക് നൽകണം. ഭിന്ന ഭിന്ന സെൻറ്ററുകളിൽ പോയിക്കൊള്ളട്ടെ. ഏത് പട്ടണത്തിലുള്ളവരായാലും അവിടെ പോകട്ടെ. എന്നാൽ റിസൾട്ട് വരണം. ശരിയാണല്ലോ? സാധ്യമാണല്ലോ? അല്പം അറ്റൻഷൻ നൽകും എങ്കിൽ വരും. 108 എന്നത് ഒന്നും തന്നെയല്ല. എന്നാൽ റിസൾട്ട് ബാബ്ദാദ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് സ്റ്റുഡൻ്റായി മാറണം. സഹയോഗത്തിൽ മുന്നിൽ വരണം. ആരെല്ലാം എത്ര പേരെ കണ്ടെത്തുന്നു, ബാബ്ദാദ ഈ സീസണിൽ ആ റിസൾട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. ശരിയാണല്ലോ? പാണ്ഡവർ ശരിയാണോ? അപ്പോൾ ആരാണ് നമ്പർ 1 എന്ന് നോക്കും. എത്ര പേരെ കണ്ടെത്തിയാലും തീർച്ചയായും കണ്ടെത്തൂ. എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം നടക്കുന്നു. എന്നാൽ ഭാവിയിലുള്ള സമ്പർക്കത്തിൻ്റെ കാര്യത്തിൽ അല്പം അറ്റൻഷൻ കുറഞ്ഞു പോകുന്നു. കണ്ടെത്തുന്നത് പ്രയാസവുമല്ല. ബാബ്ദാദ കുട്ടികളുടെ ധൈര്യം കണ്ട് സന്തുഷ്ടമാണ്. മനസ്സിലായോ? ശരി. ഇപ്പോൾ എല്ലാവരും ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡിൽ ഞാൻ ഫരിസ്ത, സോ ദേവതയാണ്. ഈ മനസ്സാ ഡ്രിൽ സെക്കൻഡിൽ അനുഭവിക്കൂ. ഇങ്ങനെയുള്ള ഡ്രിൽ ദിവസം ഒരു സെക്കൻഡിൽ വീണ്ടും വീണ്ടും ചെയ്യൂ. ഏതുപോലെ ശാരീരിക ഡ്രിൽ ശരീരത്തെ ശക്തിശാലിയാക്കുന്നു, അതേപോലെ ഈ മനസ്സിൻ്റെ ഡ്രിൽ മനസ്സിനെ ശക്തിശാലിയാക്കുന്ന ഒന്നാണ്. ഞാൻ ഫരിഷ്തയാണ്. ഈ പഴയ ലോകം, പഴയ ദേഹം, പഴയ ദേഹത്തിൻ്റെ സംസ്കാരം ഇവയിൽ നിന്നും വേറിട്ട ഫരിഷ്തയായ ആത്മാവാണ്. ശരി. 4 ഭാഗത്തുമുള്ള അതേ സ്നേഹിയും സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലവ്ലീനമായിരിക്കുന്ന ആത്മാക്കൾക്ക്, സദാ സർവശക്തികളുടെയും അധികാരിയായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബാബയ്ക്ക് സമാനമാകുന്ന ബാബയുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക്, സദാ സ്വമാനത്തിലിരിക്കുകയും ഓരോ ആത്മാവിനും ബഹുമാനം നൽകുകയും ചെയ്യുന്നവർക്ക്, സർവരുടെയും മാനനീയരാകുന്ന ആത്മാക്കൾക്ക്, സദാ സർവ ഉപകാരിയായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും സ്വീകരിച്ചാലും, ഒപ്പം വിശ്വത്തിൻ്റെ അധികാരികളായ ആത്മാക്കൾക്ക് നമസ്തേ. ദാദിജിയോട് ബഹുമാനം നൽകുന്നതിൽ നമ്പർ 1 പാസ്സാണ്. നല്ലതാണ്. എല്ലാ ദാദിമാർ കാരണവും മധുബന് ശോഭയുണ്ട്. എല്ലാവരോടും ഈ എല്ലാ ദാദിമാരിലൂടെയുമുള്ള ശോഭ നല്ലതായി തോന്നുന്നുവല്ലോ. ഇതുപോലെ ദാദിമാരുടെ ശോഭയാൽ മധുബനിൽ ശോഭയുണ്ടാകുന്നുവോ? അതേപോലെ താങ്കൾ എല്ലാ ദാദിമാരും എന്നല്ല, ദീദിമാരും ദാദാമാരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ദീദിമാരും എല്ലാ ദാദാമാരും എല്ലാവരും ഇത് ചിന്തിക്കണം, ചെയ്യണം.
എവിടെ കഴിയുകയാണെങ്കിലും ആ സ്ഥാനത്ത് ശോഭ ഉണ്ടാകണം. ഏതുപോലെ ദാദിമാർ കാരണം ശോഭയുണ്ട്, അതേപോലെ ഓരോ സ്ഥാനത്തും ശോഭയുണ്ടാകണം. കാരണം ദാദിക്ക് പിന്നാലെ ദീദിമാർ ഉണ്ടല്ലോ. കുറവൊന്നുമല്ല, ദാദാമാരുമുണ്ട്, ദീദിമാരുമുണ്ട്. അപ്പോൾ ഒരു സെൻറ്ററിലും വരണ്ട അവസ്ഥ ഉണ്ടാകരുത്, ശോഭയുണ്ടാകണം. താങ്കൾ ഓരോരുത്തരും വിശ്വത്തിലെ ശോഭയുള്ള ആത്മാക്കളാണ്. അപ്പോൾ ഏത് സ്ഥാനത്താണോ അത് ശോഭയുടെ സ്ഥാനമായി കാണപ്പെടണം. ശരിയാണല്ലോ. കാരണം ലോകത്തിൽ പരിധിയുള്ള ശോഭയാണുള്ളത്. നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും പരിധിയില്ലാത്ത ശോഭയാണുള്ളത്. സ്വയം സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ശോഭയിൽ ആയിരിക്കുമെങ്കിൽ സ്ഥാനവും ശോഭനീയമാകും. കാരണം സ്ഥിതിയിലൂടെ സ്ഥാനത്തിൽ വായുമണ്ഡലം വ്യാപിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യണം, എവിടെ നമ്മൾ കഴിയുന്നുവോ അവിടെ ശോഭയുണ്ടോ? വൈഷമ്യം ഇല്ലല്ലോ. എല്ലാവരും സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെയാണല്ലോ. ദാദിമാരായ താങ്കളുടെ ജോലി ഇതാണല്ലോ. ദീദിമാരെയും ദാദിമാരെയും ഫോളോ ചെയ്യൂ. ശരി. എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഏതെല്ലാം സ്നേഹികളായ കുട്ടികൾ ബാബ്ദാദയെ ഹൃദയത്തിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണോ, അഥവാ കത്തിലൂടെ ഇമെയിലിലൂടെ ഓർമ്മകൾ അയച്ചുവോ, ആ 4 ഭാഗത്തുമുള്ള കുട്ടികളെ ബാബ്ദാദ അകലെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ഹൃദയ സിംഹാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സമീപമാണ് ഹൃദയം. അപ്പോൾ ബാബ്ദാദ ഹൃദയത്തിൽ നിന്നും ഓർമ്മകൾ അയക്കുന്നവരെയും ഓർമ്മകൾ അയച്ചിട്ടില്ലെങ്കിലും ഓർമ്മയിൽ ഇരിക്കുന്നവർക്കും ആ എല്ലാവർക്കും ഹൃദയ സിംഹാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, റെസ്പോൺസ് നൽകുകയാണ്. ദൂരെ ഇരിക്കുകയാണെങ്കിലും അകലെ ഇരിക്കുമ്പോഴും നമ്പർ 1 തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. വരദാനം: അലക്ഷ്യത്തിൻ്റെ നിദ്രയെ മൊഴിചൊല്ലുന്ന നിദ്രാജീത്തും ചക്രവർത്തിയുമായി ഭവിക്കട്ടെ. സാക്ഷാത്കാരമൂർത്തിയായി ഭക്തർക്ക് സാക്ഷാത്കാരം നൽകുന്നതിനായി അഥവാ ചക്രവർത്തി ആകുന്നതിനായി നിദ്രാജീത്താകൂ. എപ്പോഴാണോ വിനാശകാലം മറക്കുന്നത് അപ്പോഴാണ് അലക്ഷ്യത്തിൻ്റെ നിദ്ര വരുന്നത്. ഭക്തരുടെ വിളി കേൾക്കൂ. ദുഃഖിതരായ ആത്മാക്കളുടെ ദുഃഖത്തിൻ്റെ വിളി കേൾക്കൂ. ദാഹിക്കുന്ന ആത്മാക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കൂ. അപ്പോൾ ഒരിക്കലും അലക്ഷ്യത്തിൻ്റെ നിദ്ര വരികയില്ല. അപ്പോൾ താങ്കൾ ഇപ്പോൾ സദാ ജ്വലിക്കുന്ന ജ്യോതിയായി അലക്ഷ്യത്തിൻ്റെ നിദ്രയ്ക്ക് മൊഴി ചൊല്ലൂ. സാക്ഷാത്കാരമൂർത്തിയാകൂ. സ്ലോഗൻ: ശരീരം, മനസ്സ്, ധനം, മനസ്സ്, വാക്ക്, കർമ്മം ഏതെങ്കിലും പ്രകാരത്തിലൂടെ ബാബയുടെ കർത്തവ്യത്തിൽ സഹയോഗിയാകൂ. അപ്പോൾ സഹജയോഗിയായി മാറും. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ഇതുപോലെ ബാബയെ ഗോഡ് ഇസ് ട്രൂത്ത് എന്ന് പറയുന്നു. സത്യത തന്നെയാണ് ബാബയ്ക്ക് പ്രിയം. സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനാണ്. അപ്പോൾ ഹൃദയ സിംഹാസനസ്ഥരായ സർവീസബിളായ കുട്ടികളുടെ സംബന്ധ സമ്പർക്കത്തിലും ഓരോ സങ്കല്പത്തിലും വാക്കിലും സത്യതയും സ്വച്ഛതയും കാണപ്പെടും. അവരുടെ ഓരോ സങ്കല്പവും ഓരോ വാക്കും സത്യമായിരിക്കും. ഓം ശാന്തി. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ
അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.